Hello everyone, welcome back to the class. Building Drawings എന്ന മൊഡ്യൂളിലെ ബിൽഡിംഗ് ബൈലോസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബിൽഡിംഗ് ബൈലോസ് എന്താണ്, അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ ടേംസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് ടേം ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ മീൻസ് ദ ബിൽഡപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ ലെവൽ. ഏതൊരു ഫ്ലോർ ലെവലിലെയും ബിൽഡപ്പ് ഏരിയനെയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. To get floor area, the area of wall shall be deducted from the plinth area. Plinth ഏരിയയിൽ നിന്ന് വാളിൻ്റെ ഏരിയ ഡിഡക്റ്റ് ചെയ്താലാണ് ഫ്ലോർ ഏരിയ ലഭിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റൂംസ്, വരാന്ത, കൊറിഡോർ, എൻട്രൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, കിച്ചൺ, സ്റ്റോർ, ബാത്ത്, ലാട്രിൻ എക്സെട്ര. ഫ്ലോർ ഏരിയയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് എല്ലാ റൂമും, വരാന്ത, കൊറിഡോർ, എൻട്രൻസ് ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ, സ്റ്റോർ, ബാത്ത്, ലാട്രിൻ എക്സെട്ര. സോ നമുക്ക് ഫ്ലോർ ഏരിയ ഇസ് ഈക്വൽ ടു പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഓക്യുപ്പൈഡ് ബൈ വാൾസ് എന്ന് പറയാം. നെക്സ്റ്റ് ടേം ഫ്ലോർ ഏരിയ റേഷ്യോ. ഇറ്റ് മീൻസ് ദി കോഷ്യൻ്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി ഫ്ലോർ ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ബൈ ദി ഏരിയ ഓഫ് ദി പ്ലോട്ട് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഫ്ലോർ ഏരിയ റേഷ്യോ അതായത് FAR ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100. അപ്പോൾ FAR ഇസ് ഈക്വൽ ടു എല്ലാ ഫ്ലോറിൻ്റെയും ഏരിയ അതിനെ പ്ലോട്ട് ഏരിയയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ FAR ലഭിക്കും. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇസ് ഈക്വൽ ടു 100 സ്ക്വയർ മീറ്റർ. ടോട്ടൽ ഫ്ലോർ ഏരിയ അറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ മീറ്റർ. ഫ്ലോർ ഏരിയ അറ്റ് ഫസ്റ്റ് ഫ്ലോർ ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ മീറ്റർ. ഫ്ലോർ ഏരിയ അറ്റ് സെക്കൻഡ് ഫ്ലോർ ഇസ് ഈക്വൽ ടു 30 സ്ക്വയർ മീറ്റർ. ഇവിടെ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട് 100 സ്ക്വയർ മീറ്റർ. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ടോട്ടൽ ഫ്ലോർ ഏരിയ 60 സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഫ്ലോർ ഏരിയ 60 സ്ക്വയർ മീറ്റർ, സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലോർ ഏരിയ 30 സ്ക്വയർ മീറ്റർ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ടോട്ടൽ ഫ്ലോർ ഏരിയ കണ്ടുപിടിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെയും ഫസ്റ്റ് ഫ്ലോറിലെയും സെക്കൻഡ് ഫ്ലോറിലെയും ഏരിയാസ് തമ്മിൽ ആഡ് ചെയ്യാം. 60 + 60 + 30 ദാറ്റ്സ് ഈക്വൽ ടു 150 സ്ക്വയർ മീറ്റർ. സോ നമ്മുടെ ഇക്വേഷൻ FAR ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100 എന്നല്ലേ. ഇവിടെ ടോട്ടൽ ഫ്ലോർ ഏരിയ 150 ആണ്. സോ 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ 100 ആണ്. സോ 150 ബൈ 100 ഇൻറ്റു 100 ദാറ്റ്സ് ഈക്വൽ ടു 150. അപ്പോൾ അങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ FAR കണ്ടുപിടിക്കുന്നത്. ദ നെക്സ്റ്റ് ടേം ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ബിൽഡപ്പ് ഏരിയ അലൗഡ് ടു ദി പ്ലോട്ട് ഏരിയ അവൈലബിൾ. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് FSI ദാറ്റ്സ് ഈക്വൽ ടു ബിൽഡപ്പ് ഏരിയ അലൗഡ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ അവൈലബിൾ. ബിൽഡപ്പ് ഏരിയയും പ്ലോട്ട് ഏരിയയും തമ്മിലുള്ള റേഷ്യോനെയാണ് FSI എന്ന് പറയുന്നത്. മുന്നേ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവിടെ FSI കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ബിൽറ്റപ്പ് ഏരിയ കണ്ടുപിടിക്കാം. ബിൽറ്റപ്പ് ഏരിയ ഇസ് ഈക്വൽ ടു ഫ്ലോർ ഏരിയ അറ്റ് ഗ്രൗണ്ട് ലെവൽ പ്ലസ് 20% ഓഫ് ഫ്ലോർ ഏരിയ ഫോർ വാൾസ്. ഈ ഡാറ്റാസിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ടോട്ടൽ ഫ്ലോർ ഏരിയ 60 സ്ക്വയർ മീറ്ററും തന്നിട്ടുണ്ട്. സോ ബിൽറ്റപ്പ് ഏരിയ ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ മീറ്റർ പ്ലസ് ഈ 60 സ്ക്വയർ മീറ്ററിൻ്റെ 20% ഇതിനോട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പ്ലസ് 12 സ്ക്വയർ മീറ്റർ ദാറ്റ്സ് ഈക്വൽ ടു 72 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇതാണ് ബിൽറ്റപ്പ് ഏരിയ. ഇനി FSI ഇസ് ഈക്വൽ ടു ഈ ബിൽറ്റപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ മുന്നേ തന്നിട്ടുണ്ടായിരുന്നു 100 സ്ക്വയർ മീറ്റർ. സോ 72 സ്ക്വയർ മീറ്റർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ മീറ്റർ ദാറ്റ്സ് ഈക്വൽ ടു 0.72. അപ്പോൾ ഇങ്ങനെയാണ് FARഉം FSIയും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ടേം ആണ് ഫൂട്ടിംഗ്. ദ ഓഫ്സെറ്റ് പോർഷൻസ് ഓഫ് എ ഫൗണ്ടേഷൻ ടു പ്രൊവൈഡ് എ ഗ്രേറ്റർ ബിയറിംഗ് ഏരിയ. കൂടുതൽ ബിയറിംഗ് ഏരിയ കിട്ടാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫൂട്ടിംഗ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ നമുക്കറിയാം സൂപ്പർ സ്ട്രക്ചറിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലോവർ ഫ്ലോറിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ലോഡിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. സൂപ്പർ സ്ട്രക്ചറിലെ ലോഡിനെ താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷനാണ് വരുന്നത്. ദ നെക്സ്റ്റ് ടേം ഫ്രണ്ടേജ്. ഇറ്റ് മീൻസ് സൈഡ് ഓർ പാർട്ട് ഓഫ് എ സൈഡ് ഓഫ് എ പ്ലോട്ട് വിച്ച് അബട്ട്സ് ഓൺ എ സ്ട്രീറ്റ്. ഒരു പ്ലോട്ടിൻ്റെ സ്ട്രീറ്റുമായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. അതായത് റോഡൊക്കെ വരുന്ന ആ സൈഡിലേക്ക് വരുന്ന സൈഡിനെയാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് യാർഡ് മീൻസ് എൻ ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡിങ് ലാറ്ററലി അലോങ് ദി ഫ്രണ്ട് സൈഡ് ഓഫ് എ ബിൽഡിംഗ് ആൻഡ് ഫോർമേറ്റിംഗ് പാർട്ട് ഓഫ് ദി പ്ലോട്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന ഓപ്പൺ സ്പേസിനെയാണ് ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത്. The next gallery, intermediate floor or platform projecting from a wall or an auditorium or a hall providing extra floor area, additional seating accommodation etc. ഒരു വാള്, ഓഡിറ്റോറിയം, ഹാൾ ഇതിൽ നിന്നെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെയാണ് ഗാലറി എന്ന് പറയുന്നത്. അങ്ങനെ ഗാലറി പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്ട്രാ ഫ്ലോർ ഏരിയ അതുപോലെ അഡീഷണൽ സീറ്റിംഗ് അക്കോമഡേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദ നെക്സ്റ്റ് ഗാരേജ്, എ ബിൽഡിംഗ് ഓർ ഔട്ട് ഹൗസ് യൂസ്ഡ് ഫോർ ദി സ്റ്റോറേജ് ഓഫ് വെഹിക്കിൾസ്. വെഹിക്കിൾസിൻ്റെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിനെയാണ് ഗാരേജ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ, ദ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് ടു വിച്ച് ദർ ഈസ് എൻ എൻട്രൻസ് ഫ്രം ദി ഔട്ട്സൈഡ് ഓഫ് ദി അഡ്ജസൻറ്റ് ഗ്രൗണ്ട് ഓർ സ്ട്രീറ്റ്.
ഗ്രൗണ്ട് ഫ്ലോർ നമുക്കെല്ലാം അറിയാം, ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഫ്ലോറാണിത്. സ്ട്രീറ്റിൽ നിന്ന് അതുപോലെ അഡ്ജസൻ ഗ്രൗണ്ടിൽ നിന്നെല്ലാം എൻട്രൻസ് ലഭിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. ദ നെക്സ്റ്റ് ഹാബിറ്റബിൾ റൂം. It means a room having windows and doors of size not less than 1/10 of the floor area of the room and bathroom. ഹാബിറ്റബിൾ റൂമിൽ കൊടുക്കുന്ന വിൻഡോസ് അതുപോലെ ഡോർസിൻ്റെ എല്ലാം സൈസ് ആ റൂമിൻ്റെ ബാത്റൂമിൻ്റെ എല്ലാം ഫ്ലോർ ഏരിയയുടെ 1/10 കുറയാൻ പാടില്ല. നെക്സ്റ്റ് ഹെഡ് റൂം. ഹെഡ് റൂം മീൻസ് ദി ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദി ഫിനിഷ്ഡ് ഫ്ലോർ സർഫസ് ടു ദി ഫിനിഷ്ഡ് സീലിംഗ് സർഫസ്. ഫിനിഷ്ഡ് ഫ്ലോർ സർഫസിൽ നിന്നും ഫിനിഷ്ഡ് സീലിംഗ് സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഹെഡ് റൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും ലാസ്റ്റ് ടെറസ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ദി റൂം. ഇറ്റ് മീൻസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫ്ലോർ ആൻഡ് ദി ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി സീലിംഗ്. പിന്നെ ഒരു റൂമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്ലോറിൻ്റെയും സീലിംഗിൻ്റെ താഴത്തെ പോയിന്റിൻ്റെ ഇടയിൽ വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് height of the room. The next term jamb, a downward vertical or sloping projection hanging below any horizontal projection like balcony, canopy, veranda, passage, etc. to provide protection from direct sun and rain. Balcony, canopy, veranda, passage പോലെയുള്ള horizontal projectionsന്റെ താഴെയായി ഹാങ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്ന ഡൗൺവേർഡ് വെർട്ടിക്കൽ ഓർ സ്ലോപ്പിംഗ് പ്രൊജക്ഷനെയാണ് ജാംബ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സണ്ണ് റെയിനിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ നൽകുന്നു. ദ നെക്സ്റ്റ് ടേം ജോട്ട്, എ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് പെർമനൻ്റ്ലി ലെഫ്റ്റ് ഓപ്പൺ ഫോർ ഡ്രെയിനേജ് പർപ്പസസ് നോട്ട് ടു ബി യൂസ്ഡ് ആസ് എൻ ആക്സസ് വേ ആൻഡ് ഈസ് നോട്ട് എ സ്ട്രീറ്റ് ഓർ ടു ബി ഇൻക്ലൂഡഡ് ആസ് എ പാർട്ട് ഓഫ് സെറ്റ് ബാക്സ്. ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ട് പെർമനൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെയാണ് ജോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം കട്ര ഓർ ചോൾ, എ ബിൽഡിംഗ് സോ കൺസ്ട്രക്റ്റഡ് ആസ് ടു ബി സ്യൂട്ടബിൾ ഫോർ ലെറ്റിംഗ് ഇൻ സെപ്പറേറ്റ് ടെനമെന്റ്സ് ഈച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ റൂം ഓർ 2 rooms ബട്ട് നോട്ട് മോർ ദാൻ 2 rooms ആൻഡ് വിത്ത് കോമൺ സാനിറ്ററി അറേഞ്ച്മെന്റ്സ്. കട്ര അല്ലെങ്കിൽ ചോൾ എന്ന് പറയാം. ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. ഇതുപോലെ അടുത്തടുത്ത് ഒരുപാട് റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ സാനിറ്ററി അറേഞ്ച്മെന്റ്സ് കോമൺ ആയിരിക്കും. ദ നെക്സ്റ്റ് ലെഡ്ജ്, എ ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻ സപ്പോർട്ടഡ് ഇൻ എനി മാനർ വാട്ട്സോ എവർ എക്സെപ്റ്റ് ബൈ മീൻസ് ഓഫ് വെർട്ടിക്കൽ സപ്പോർട്ട് വിത്തിൻ എ റൂം ഇറ്റ് സെൽഫ് ബട്ട് നോട്ട് ഹാവിംഗ് പ്രൊജക്ഷൻ വൈഡർ ദാൻ 0.75 meter. ഇതുപോലെയുള്ള ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ലെഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ വെർട്ടിക്കൽ സപ്പോർട്ട്സ് ഒന്നും കാണപ്പെടുന്നില്ല. വിഡ്ത്തിൻ്റെ പ്രൊജക്ഷൻസ് 0.75 മീറ്ററിനേക്കാൾ കൂടാൻ പാടില്ല. ദ നെക്സ്റ്റ് ടേം കീ പ്ലാൻ, ഇറ്റ് ഈസ് എ പ്ലാൻ ടു എ സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ 1/10,000. 1:10,000 സ്കെയിലിൽ വരയ്ക്കുന്ന ഒരു പ്ലാനാണ് കീ പ്ലാൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് പെർമിറ്റിൻ്റെ അപ്ലിക്കേഷനോട് കൂടി സബ്മിറ്റ് ചെയ്യുന്നതാണിത്. ചുറ്റുമുള്ള ഏരിയയിൽ നിന്നും ആ ഒരു സൈറ്റിൻ്റെ ബൗണ്ടറി ലൊക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി ഇത് സഹായകമാണ്. നെക്സ്റ്റ് ലിഫ്റ്റ് വെൽ, it means the unobstructed enclosure provided for the vertical movement of the lift car and any counterweight including the lift pit and the space for top clearance. ലിഫ്റ്റിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു എൻക്ലോഷറിനെയാണ് ലിഫ്റ്റ് വെൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ലൈവ് ലോഡ്, ഇറ്റ് മീൻസ് ഓൾ ലോഡ്സ് എക്സെപ്റ്റ് ഡെഡ് ലോഡ് ദാറ്റ് മേ ബി ഇമ്പോസ്ഡ് ഓൺ സ്ട്രക്ചർ. ഡെഡ് ലോഡ് അല്ലാത്ത ആ ഒരു സ്ട്രക്ചറിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന എല്ലാ ലോഡ്സിനെയും ലൈവ് ലോഡ് എന്ന് പറയും. ദ നെക്സ്റ്റ് ടേം ലോഫ്റ്റ്, എ റെസിഡുവൽ സ്പേസ് ഇൻ എ പിച്ചഡ് റൂഫ് ഓർ എനി സിമിലർ റെസിഡുവൽ സ്പേസ് എബോ നോർമൽ ഫ്ലോർ ലെവൽ വിച്ച് മേ ബി കൺസ്ട്രക്റ്റഡ് ഫോർ സ്റ്റോറേജ് പർപ്പസ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പിച്ചഡ് റൂഫിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെസിഡുവൽ സ്പേസിനെയാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയും ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. The next mezzanine floor, an intermediate floor in any story overhanging and overlooking a floor beneath. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിനെയാണ് മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണാൻ പറ്റും. അത് സെയിം റൂഫ് തന്നെ ആയിരിക്കും, പക്ഷെ 2 ഫ്ലോർ ആയിട്ടായിരിക്കും. ദ നെക്സ്റ്റ് ഓപ്പൺ സ്പേസ്, an area forming integral part of the plot left open to the sky. ആ പ്ലോട്ടിൻ്റെ ഓപ്പൺ ടു സ്കൈ ആയിട്ടുള്ള പാർട്ടിനെയാണ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. The next open space around building. The National Building Code of our country has recommended following open space around building of varying heights. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് ആ ബിൽഡിങ്ങിന് ചുറ്റും വരുന്ന ഓപ്പൺ സ്പേസ് നാഷണൽ ബിൽഡിംഗ് കോഡ് അതായത് NBCയിൽ പറയുന്നുണ്ട്. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് വരുന്ന ഓപ്പൺ സ്പേസ് ആണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിൽഡിംഗ്, ഫ്രണ്ട് സ്പേസ്, സൈഡ് സ്പേസ്, ബാക്ക് സ്പേസ് എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബിൽഡിംഗ് ഹാവിങ് ഹൈറ്റ് ലെസ് ദാൻ 10 meter. 10 മീറ്ററിൽ കുറവ് ഹൈറ്റ് വരുന്ന ബിൽഡിങ്ങിൻ്റെ കേസിൽ ഫ്രണ്ട് സ്പേസ് 3 meter ഉണ്ടായിരിക്കണം. അത് 1.8 മീറ്ററിൽ കുറയാൻ പാടില്ല. സൈഡ് സ്പേസ് 3 meter, ബാക്ക് സ്പേസ് 3 meter, അവിടെ മിനിമം 1.8 ഉണ്ടായിരിക്കണം. മിനിമം ബിൽഡിംഗ് ലൈൻ 7.5 meter ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് വരുന്നത് ബിൽഡിംഗ് ഹാവിങ്
ഹൈറ്റ് മോർ ദാൻ 10 മീറ്റർ ആൻഡ് ലെസ് ദാൻ 25 മീറ്റർ. 10 മീറ്ററിൻ്റെയും 25 മീറ്ററിൻ്റെയും ഇടയിൽ ഹൈറ്റ് വരുന്ന ബിൽഡിങ്സിൻ്റെ കേസിൽ ഫ്രണ്ട് സ്പേസ് 3+A, സൈഡ് സ്പേസ് 3+A, ബാക്ക് സ്പേസ് 3+A. ഇവിടെ എയുടെ വാല്യൂ 1 മീറ്റർ ഫോർ എവറി 3 മീറ്റർ. ഓരോ 3 മീറ്ററിനും 1 മീറ്റർ എന്ന കണക്കിലാണ് എ പറയുന്നത്. 10 മീറ്ററിന് മുകളിൽ ഒരു 13 മീറ്റർ ആണെങ്കിൽ എയുടെ വാല്യൂ 1 ആയിരിക്കും. ദെൻ 16 മീറ്റർ ആണെങ്കിൽ ഈ എയുടെ വാല്യൂ 2 ആയിരിക്കും. നെക്സ്റ്റ്, ബിൽഡിംഗ് ഹാവിംഗ് ഹൈറ്റ് മോർ ദാൻ 25 മീറ്റർ ആൻഡ് ലെസ് ദാൻ 30 മീറ്റർ. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്ററിൻ്റെയും 30 മീറ്ററിൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ ഫ്രണ്ട് സ്പേസ് 10, സൈഡ് സ്പേസ് 10, ബാക്ക് സ്പേസ് 10 എല്ലാം മീറ്ററിലാണ്. നെക്സ്റ്റ്, ബിൽഡിംഗ് ഹാവിംഗ് ഹൈറ്റ് മോർ ദാൻ 30 മീറ്റർ. 30 മീറ്ററിൽ കൂടുതലാണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ഫ്രണ്ട് സ്പേസ് 10+B, സൈഡ് സ്പേസ് 10+B, ബാക്ക് സ്പേസ് 10+B. ദ വാല്യൂ ഓഫ് B ഈസ് 1 മീറ്റർ ഫോർ എവറി 5 മീറ്റർ ബിയോണ്ട് 30 മീറ്റർ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ വരുന്നത് 30 മീറ്ററിന് മുകളിൽ അങ്ങോട്ട് ഓരോ 5 മീറ്റർ ഇൻക്രീസിലും 1 മീറ്റർ വെച്ച് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 35 മീറ്റർ ആണെങ്കിൽ ബിയുടെ വാല്യൂ 1 മീറ്റർ ആയിരിക്കും. ദെൻ 40 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നതെങ്കിൽ ബിയുടെ വാല്യൂ 2 ആയിരിക്കും. നെക്സ്റ്റ്, പാർക്കിംഗ് സ്പേസ്. പാർക്കിംഗ് സ്പേസ് എല്ലാവർക്കും അറിയാം, വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പേസ് ആണ്. നെക്സ്റ്റ്, പാരപെറ്റ്. പാരപെറ്റ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ടെറസിന് മുകളിൽ കൊടുത്തിട്ടുള്ള വാളിനെയാണ് പാരപെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് 1.2 മീറ്ററിൽ കൂടാൻ പാടില്ല. ഈ താഴെയുള്ള റൂമിന്റെ എഡ്ജിലൂടെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോറിന്റെ എഡ്ജിലൂടെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, പാത്വേ. ആൻ അപ്രോച്ച് കൺസ്ട്രക്റ്റഡ് വിത്ത് മെറ്റീരിയൽസ് സച്ച് ആസ് ബ്രിക്സ്, മോറം, കോൺക്രീറ്റ്, സ്റ്റോൺ, അസ്ഫാൾട്ട് ഓർ ദി ലൈക്ക്. ബ്രിക്ക്, കോൺക്രീറ്റ്, സ്റ്റോൺ, അസ്ഫാൾട്ട് പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അപ്രോച്ചിനെയാണ് പാത്വേ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർട്ടി വാൾ. A party wall is a wall built to divide two adjoining buildings. 2 തൊട്ടടുത്ത ബിൽഡിങ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാളിനെയാണ് പാർട്ടി വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു ബിൽഡിംഗ് ആണെങ്കിൽ ഈ പാർട്ടി വാൾ യൂസ് ചെയ്ത് നമുക്കിതിനെ 2 ബിൽഡിംഗ് ആക്കി യൂസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ്, പിലാസ്റ്റർ. എ പിയർ ഫോമിംഗ് പാർട്ട് ഓഫ് എ വാൾ പാർഷ്യലി പ്രൊജക്റ്റിംഗ് ദെയർ ആൻഡ് ബോണ്ടഡ് ദെയർ ടു. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് പിലാസ്റ്റർ. ഇത് ആ വാളിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പാർഷ്യൽ ഭാഗം മാത്രമേ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൂ. ദ നെക്സ്റ്റ്, പ്ലിന്ത്. The portion of a structure between the surface of the surrounding ground and the surface of the floor first above the ground. ഡെഫിനിഷനിൽ പറയുന്നത് ഈ ഗ്രൗണ്ടിൻ്റെയും ഫസ്റ്റ് വരുന്ന ഫ്ലോറിൻ്റെയും ഇടയിൽ വരുന്ന സ്ട്രക്ചറാണ് പ്ലിന്ത്. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു തറയുടെ ഭാഗമാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ദെൻ പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ മീൻസ് ദി ഏരിയ ഓഫ് ദ ബിൽഡിംഗ് അറ്റ് പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ ഏരിയയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബിൽറ്റ്-അപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ദി ഫ്ലോർ ലെവൽ ഓഫ് ബേസ്മെൻറ്റ് ഓർ എനി സ്റ്റോറി. ഫ്ലോർ ലെവലിൽ മെഷർ ചെയ്യുന്ന ബിൽറ്റ്-അപ്പ് കവേർഡ് ഏരിയയാണിത്. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിംഗ് പ്ലിന്ത് ഓഫ്സെറ്റ്. ദെൻ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ്, പ്ലിന്ത് ഓഫ്സെറ്റ് ഒഴിവാക്കി വരുന്ന എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ്, പ്ലിന്ത് ഹൈറ്റ്. ദ ഹൈറ്റ് ഓഫ് ദി ഗ്രൗണ്ട് ഫ്ലോർ എബോവ് ദി സ്ട്രീറ്റ് ലെവൽ ഓർ ദി സെൻറ്റർ ഓഫ് ദി അഡ്ജോയിൻറ്റ് സ്ട്രീറ്റ്. സ്ട്രീറ്റ് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റിനെയാണ് പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവൽ ഷോൾ മീൻ ദി ലെവൽ ഓഫ് ദി ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിനെയാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെപ്ത് ഓഫ് പ്ലോട്ട്. ഡെപ്ത് ഓഫ് പ്ലോട്ട് means the mean horizontal distance between the front and rear plot boundaries. ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് അതുപോലെ ബാക്ക് സൈഡിലെയും ബൗണ്ടറീസ് തമ്മിൽ വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് പ്ലോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോർച്ച്. എ കവേർഡ് സർഫസ് സപ്പോർട്ടഡ് ഓൺ പില്ലേഴ്സ് ഓർ അതർവൈസ് ഫോർ ദി പർപ്പസ് ഓഫ് പെഡസ്ട്രിയൻ ഓർ വെഹിക്കിൾസ് ടു അപ്രോച്ച് എ ബിൽഡിംഗ്. പില്ലർ യൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കവേർഡ് സർഫസ് ആണ് പോർച്ച്. ഇത് പെഡസ്ട്രിയൻസ് അതുപോലെ വെഹിക്കിൾസ് എല്ലാം ആ ഒരു ബിൽഡിങ്ങിലേക്ക് അപ്രോച്ച് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, റെയിൻ വാട്ടർ പൈപ്പ്. റൂഫ് സർഫസ്, കോർട്ട്യാർഡ്, ഓപ്പൺ സർഫസ്, ഇതിൽ നിന്നെല്ലാം വെള്ളത്തിനെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പിനെയാണ് റെയിൻ വാട്ടർ പൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റോഡ്. റോഡ് മീൻസ് എനി ഹൈവേ, സ്ട്രീറ്റ്, ലെയിൻ, പാത്വേ, അലേ, സ്റ്റെയർ വേ, പാസേജ് വേ, കാരിയേജ് വേ, ഫുട് വേ ഓർ ബ്രിഡ്ജ്, വെദർ എ thoroughfare ഓർ നോട്ട്, ഓവർ വിച്ച് ദ പബ്ലിക് ഹാവ് എ റൈറ്റ് ഓഫ് പാസേജ് ഓർ ആക്സസ് അൺഇൻറ്ററപ്റ്റഡ്ലി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. റോഡ് നമുക്കറിയാം പബ്ലിക്കിന് പാസേജിന് വേണ്ടിയിട്ട്. ഹൈവേ, സ്ട്രീറ്റ്, അതുപോലെ കാരിയേജ് വേ, ഫുട് വേ, ഇതിനെല്ലാം നമുക്ക് റോഡ് എന്ന് പറയാം. ദ നെക്സ്റ്റ്, റോഡ് ലൈൻ. ദ ലൈൻ ഡിഫൈനിങ് ദ സൈഡ് ലിമിറ്റ്സ് ഓഫ് എ റോഡ്. ഒരു റോഡിൻ്റെ സൈഡ് ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ലൈനിനെയാണ് റോഡ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റോ ഹൗസിംഗ്. എ റോ ഓഫ് ഹൗസസ് വിത്ത് ഓൺലി ഫ്രണ്ട്, റിയർ ആൻഡ് ഇന്റീരിയർ ഓപ്പൺ സ്പേസസ്. റോ ഹൗസിംഗിൽ വരുന്നത് ഇതുപോലെ വീടുകൾ ഒരേ റോയിലായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്.
ഇതിലെ ഓപ്പൺ സ്പേസ് ഫ്രണ്ടിലും അതുപോലെ റിയറിലും വരുന്നുള്ളൂ. നെക്സ്റ്റ് സാങ്ഷൻഡ് പ്ലാൻ. ഇറ്റ് മീൻസ് ദി സെറ്റ് ഓഫ് ഡ്രോയിങ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റഡ് അണ്ടർ ദീസ് റൂൾസ് ഇൻ കണക്ഷൻ വിത്ത് എ ബിൽഡിംഗ് ആൻഡ് ഡ്യൂലി അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻ ബൈ ദി അതോറിറ്റി. ഒരു ബിൽഡിങ്ങിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സ് അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ദെൻ അത് അതോറിറ്റി അപ്രൂവ് ചെയ്ത് സാങ്ഷൻ ചെയ്താൽ അതിന് സാങ്ഷൻഡ് പ്ലാൻ എന്ന് പറയാം. നെക്സ്റ്റ് സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്. എ ബിൽഡിംഗ് ഡിറ്റാച്ച്ഡ് ഓൺ 3 സൈഡ്സ് വിത്ത് ഓപ്പൺ സ്പേസ്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് 2 ബിൽഡിംഗ് കാണാം. ഒരു പാർട്ടി വാൾ യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 ബിൽഡിംഗ് ആണിത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് അതുപോലെ റിയർ ബാക്ക് സൈഡ് ദെൻ ഒരു സൈഡ് 3 സൈഡ് മാത്രമേ ഓപ്പൺ സ്പേസ് ആയിട്ട് വരുന്നുള്ളൂ. ദെൻ ഈ 4ാമത്തെ സൈഡ് ക്ലോസ്ഡ് ആണ്. ഇത്തരം ബിൽഡിംഗ്സിനെയാണ് സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ വ്യക്തമാണ് എന്താണ് ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് അതുപോലെ സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്. ഡിറ്റാച്ച്ഡ് ബിൽഡിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 4 സൈഡിലും അതായത് എല്ലാ സൈഡിലും ഓപ്പൺ സ്പേസ് ആണ്. സെമി ഡിറ്റാച്ച്ഡിന്റെ കേസിൽ ഈ 2 ബിൽഡിംഗ് കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഒരു പാർട്ടി വാൾ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പൺ സ്പേസ് 3 സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഡിറ്റാച്ച്ഡ് ബിൽഡിംഗും സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ടേം സീവേജ് ഡ്രെയിൻ. എ ഡ്രെയിൻ യൂസ്ഡ് ഓർ കൺസ്ട്രക്റ്റഡ് ടു ബി യൂസ്ഡ് ഫോർ കൺവേയിങ് സോളിഡ് ഓർ ലിക്വിഡ് വേസ്റ്റ് മാറ്റർ എക്സ്ക്രിമെന്റൽ ടു എ സീവർ. ഒരു സീവറിലേക്ക് സോളിഡ് ലിക്വിഡ് വേസ്റ്റ് മാറ്ററിനെ കൺവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രെയിനെയാണ് സീവേജ് ഡ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം സൈറ്റ്. സൈറ്റ് മീൻസ് എ പാർസൽ ഓർ പീസ് ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് ബൈ ഡെഫിനിറ്റ് ബൗണ്ടറീസ്. ഡെഫിനിറ്റ് ബൗണ്ടറീസ് യൂസ് ചെയ്ത് എൻക്ലോസ് ചെയ്തിട്ടുള്ള ലാൻഡിനെയാണ് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സൈറ്റിന് അതിൻ്റെതായ ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ടേം സൈറ്റ് ഡബിൾ ഫ്രണ്ടേജ്. എ സൈറ്റ് ഹാവിംഗ് എ ഫ്രണ്ടേജ് ഓൺ 2 സ്ട്രീറ്റ്സ് അതർ ദാൻ കോർണർ പ്ലോട്ട്. ഈ ഒരു ചിത്രത്തിൽ ഈ വൈറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സൈറ്റ് വരുന്നത്. ഈ ഒരു സൈറ്റിന്റെ കേസിൽ ഇതിന്റെ 2 സൈഡിലും റോഡ് വരുന്നുണ്ട്. അതായത് ഈ ഒരു സൈറ്റിന് 2 സൈഡിലും ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇതുപോലെ 2 സൈഡിലും അത് 2 റോഡിലേക്കും ഫ്രണ്ടേജ് വരുന്ന അല്ലെങ്കിൽ 2 സ്ട്രീറ്റിലേക്കും ഫ്രണ്ടേജ് വരുന്ന സൈറ്റിനെയാണ് സൈറ്റ് ഡബിൾ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം സ്റ്റെയർ കവേർഡ്. സ്റ്റെയർ കവേർഡ് മീൻസ് ക്യാബിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് റൂഫ് ഓവർ എ സ്റ്റെയർ കേസ് ആൻഡ് ഇറ്റ്സ് ലാൻഡിംഗ് ബിൽറ്റ് ടു എൻക്ലോസ് ഓൺലി ദി സ്റ്റെയർസ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം വെതർ ആൻഡ് നോട്ട് യൂസ്ഡ് ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ. സ്റ്റെയർ കേസിന് മുകളിലായിട്ട് കവറിംഗ് റൂഫോട് കൂടിയ ക്യാബിൻ ലൈക്ക് സ്ട്രക്ചറിനെയാണ് സ്റ്റെയർ കവേർഡ് എന്ന് പറയുന്നത്. സ്റ്റെയറിനെ വെതറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നൽകുന്നത്. നെക്സ്റ്റ് ടേം സൺഷെയ്ഡ്. ഇറ്റ് മീൻസ് സ്ലോപ്പി ഓർ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ ഓവർഹാങ് യൂഷ്വലി പ്രൊവൈഡഡ് ഓവർ ഓപ്പണിംഗ് എക്സ്റ്റേണൽ വാൾസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രം സൺ ആൻഡ് റെയിൻ. എക്സ്റ്റേണൽ വാൾസിൽ കൊടുക്കുന്ന ഓപ്പണിംഗ്സിന് മുകളിലായിട്ട് ഓവർഹാങ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെയാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് സണ്ണിൽ നിന്നും റെയിനിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം സ്റ്റോൾ. സ്റ്റോൾ മീൻസ് എനി ടെമ്പററി സ്ട്രക്ചർ അതർ ദാൻ എ ഹട്ട് യൂസ്ഡ് സോൾലി ഫോർ ദി ഡിസ്പ്ലേ ആൻഡ് സൈഡ് സെയിൽ ഓഫ് ഗുഡ്സ്. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചറിനെയാണ് സ്റ്റോൾ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം സ്റ്റോറേജ്. സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പേസിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം സ്റ്റോറി. സ്റ്റോറി മീൻസ് എനി പോർഷൻ ഓഫ് എ ബിൽഡിംഗ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് എനി ഫ്ലോർ ആൻഡ് ദി സർഫസ് ഓഫ് ദി ഫ്ലോർ നെക്സ്റ്റ് above it, or if there no floor above it, then a space between any floor ആൻഡ് ദി സീലിംഗ് നെക്സ്റ്റ് എബോവ് ഇറ്റ്. ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ ഒരു ഫ്ലോറിന്റെ മുകളിൽ വേറൊരു ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെയും ഫസ്റ്റ് ഫ്ലോറിന്റെയും ഇടയിൽ വരുന്ന പോർഷനെയാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലോറിന്റെ മുകളിൽ വേറൊരു ഫ്ലോർ ഇല്ല എങ്കിൽ ആ ഫ്ലോറും അതിന് മുകളിൽ വരുന്ന അടുത്ത സീലിംഗും തമ്മിൽ വരുന്ന സ്പേസിനെയാണ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് അതുപോലെ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദ നെക്സ്റ്റ് ടേം സ്ട്രീറ്റ് ലൈൻ. സ്ട്രീറ്റ് ലൈൻ മീൻസ് ദി ലൈൻ ഡിഫൈനിങ് ദി സൈഡ് ലിമിറ്റ്സ് ഓഫ് എ സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റിന്റെ സൈഡ് ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ലൈനിനെയാണ് സ്ട്രീറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം സ്ട്രീറ്റ് ലെവൽ. സ്ട്രീറ്റ് ലെവൽ മീൻസ് ദി ലെവൽ അറ്റ് ദി സെന്റർ ലൈൻ ഓഫ് ദി സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റിന്റെ സെന്റർ ലൈനിലെ ലെവലിനെയാണ് സ്ട്രീറ്റ് ലെവൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വരാന്ത. വരാന്ത നമുക്കറിയാം ഒരു സൈഡ് ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള റീജിയൻ ആണ് വരാന്ത എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വേർട്ടിക്കൽ എക്സിറ്റ്. 2 അതിൽ കൂടുതലോ ലെവൽസിനിടയിൽ കയറാനും ഇറങ്ങാനും വേണ്ടി യൂസ് ചെയ്യുന്ന എക്സിറ്റിനെയാണ് വേർട്ടിക്കൽ എക്സിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റെയർവേസ് വരാം, സ്മോക്ക് പ്രൂഫ് ടവേഴ്സ്, റാംസ് വരാം, ഫയർ എസ്കേപ്സ് വരാം. ദ നെക്സ്റ്റ് ടേം യാർഡ്. ഒരു ബിൽഡിങ്ങും അതിന് തൊട്ടടുത്ത് വരുന്ന പ്ലോട്ടിന്റെ ബൗണ്ടറി ലൈൻസും തമ്മിൽ വരുന്ന ഓപ്പൺ സ്പേസിനെയാണ് യാർഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം യാർഡ് ഫ്രണ്ട് ഓർ ഫ്രണ്ട് യാർഡ് എന്ന് പറയാം. യാർഡ് ഫ്രണ്ട് മീൻസ് എൻ ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡിങ്
laterally along the front side, that is main entrance side of a building and forming part of the plot. ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഓപ്പൺ സ്പേസിനെയാണ് യാർഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം യാർഡ് റിയർ. യാർഡ് റിയർ മീൻസ് the utility open space extending laterally along the rear side of the plot and forming part of the plot. ഇത് റിയർ സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ വരുന്ന ഓപ്പൺ സ്പേസിനെയാണ് റിയർ യാർഡ് അല്ലെങ്കിൽ യാർഡ് റിയർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് യാർഡ് സൈഡ്. Yard side means an open space extending laterally between any side of a building of the plot facing that side other than front and rear or utility yard and forming part of the plot. ഫ്രണ്ടും റിയർ സൈഡും അല്ലാത്ത ഏതെങ്കിലും സൈഡിൽ വരുന്ന ഓപ്പൺ സ്പേസിനെയാണ് യാർഡ് സൈഡ് അല്ലെങ്കിൽ സൈഡ് യാർഡ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഓപ്പൺ സ്പേസ് ആണെങ്കിൽ രണ്ട് സൈഡിലും സൈഡ് യാർഡ് എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിൽഡിംഗ് ബൈലോസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.